സ്വപ്നങ്ങൾ വെച്ച് ഞാൻ സംസാരിച്ച സമയത്താണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിനൊരു സൈക്കിക്ക് പറഞ്ഞു, ഒരു ഇന്ത്യയുടെ ഒരു യുദ്ധവിമാനം അടുത്തിടയ്ക്ക് ആകാശത്ത് വെച്ച് തകരാൻ പോകുന്നു എന്ന്. നമ്മുടെ ഇവിടുത്തെ നിരവധി ഗുരുക്കന്മാർക്ക് സ്വപ്ന ദർശനമുണ്ട്. അതിനുശേഷം സുരേഷ് ഗോപി വരുമെന്ന് റീസെൻ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്തു, അതും വന്നു. ഈ വിഭാസനം സക്സീഡ് ആയിട്ടുള്ളൊരു മെക്കാനിസമാണ്. ബുദ്ധനായി മാറിയത് വിഭാസനയിൽ കൂടെയാണ്. നമ്മളൊരു 10 പേരോട് നിൽക്കുന്ന സമയത്ത് അവരുടെ ഊർജം നല്ല ഊർജ്ജമാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ അപ്ലിഫ്റ്റ് ആവും. രാവിലെ 8:30 ഒരു ക്ലയൻറ്റ് വരുമെന്നുണ്ടെങ്കിൽ ആ ക്ലയൻറ്റ് വരുന്നതിന് മുമ്പായിട്ട് ആ ക്ലയൻറ്റിൻ്റെ സോൾ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പ്രതിഭട്ട, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അത് 2 ആഴ്ച മുമ്പിട്ട് നമ്മുടെ പാരാസൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ജോർജ് മാത്യു സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ സാറ് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഇൻ്റർവ്യൂ പോകുന്ന വഴിക്ക് അദ്ദേഹത്തെ ഈ സൈക്കിക്കുമായിട്ടുള്ള കാര്യങ്ങൾ, സ്വപ്നങ്ങൾ വെച്ച് ഞാൻ സംസാരിച്ച സമയത്താണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിനൊരു സൈക്കിക്ക് പറഞ്ഞു, ഒരു ഇന്ത്യയുടെ ഒരു യുദ്ധവിമാനം അടുത്തിടയ്ക്ക് ആകാശത്ത് വെച്ച് തകരാൻ പോകുന്നു എന്ന് പറഞ്ഞു. അന്ന് ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ ഞാൻ കാര്യമായിട്ട് അതിനെ എടുത്തില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ വാർത്ത നോക്കിയപ്പോൾ ഇന്ത്യയുടെ ഒരു യുദ്ധവിമാനം ദുബായിൽ വെച്ച് ഇതേ കൂട്ട് ആകാശത്ത് വെച്ച് പൊട്ടി തകർന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള സ്വപ്ന ദർശനങ്ങൾ ഇതൊരാൾക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? രാഹുൽ, ഇതിനകത്ത് ഓരോ ആൾക്കാരുടെയും ഊർജ്ജപ്രവാഹം എങ്ങനെയാണോ അവർക്ക് പല കാര്യങ്ങൾ ഇൻഡിക്കേഷനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിരന്തരം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പല ആൾക്കാരും, ഇപ്പോൾ ഈ പാരാസൈക്കോളജിസ്റ്റ് രാധാകൃഷ്ണ പണിക്കർ, അദ്ദേഹത്തോട് സംസാരിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ നിരവധി എക്സ്പീരിയൻസ് കിട്ടും. നിരവധി രീതിയിലുള്ള പ്രവചനങ്ങൾ പുള്ളിക്ക് പറയാൻ പറ്റും. പക്ഷെ പുള്ളി പുറത്ത് പറയില്ല. പക്ഷെ പുള്ളി ഒരുപാട് ബുക്സ് എഴുതുന്നുണ്ട്, അതിൻ്റെ തിരക്കിലും പിന്നെ ഒരുപാട് റിസർച്ച് ചെയ്യുന്നുണ്ട്, അതിൻ്റെ തിരക്കിലും കൂടെയാണ്. അപ്പോൾ ഈ നമ്മുടെ ശരീരത്തിലെ ആത്മാവിൻ്റെ നമ്മുടെ ശരീരത്തിലൊരു ആത്മാവുണ്ട്. ഈ ആത്മാവിൻ്റെ ചൈതന്യം അടുത്ത ലെവലിൽ നിൽക്കുമ്പോഴാണ് ഈ പ്രാപഞ്ചിക ഊർജ്ജവുമായിട്ട് കണക്റ്റഡ് ആവുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചില കൊച്ചു കുട്ടികൾ പലതും പറയുന്നു, അത് നടക്കുന്നു, ഒരു ഉറക്കത്തിൽ കാണുന്നത് സംഭവിക്കുന്നു, ഇങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ സോളിന് ആ പറയുന്ന എന്താ പറയുക ഒരു പ്രത്യേക എനർജിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുന്നത്, നമ്മൾ ഈ വിഭാസന എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട്. വിഭാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധനാക്കി മാറ്റിയ ഒരു ധ്യാന രീതിയാണ്. ഒരുപാട് ധ്യാന രീതികളുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠവും അദ്ദേഹത്തിന് അടുത്ത ലെവലിലേക്ക് കൊണ്ടുവന്ന ധ്യാന രീതിയാണ് വിഭാസന എന്ന് പറയുന്നത്. വിഭാസന ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന അതീന്ദ്ര ജ്ഞാനം, ഇപ്പോൾ ഞാനെന്ന് പറയുന്നൊരു വ്യക്തി സാധാരണ വ്യക്തിയാണെങ്കിൽ എൻ്റെ സോളിൻ്റെ ചൈതന്യം എനിക്ക് മാറ്റാൻ പറ്റും. നമ്മുടെ സോളിൻ്റെ ചൈതന്യം നമുക്ക് മാറ്റാം. അതാണ് ബോധമുള്ളവൻ. അതായത് ഞാൻ ശിവനാണ്, ഞാൻ ബോധമുള്ളവൻ എന്ന് പറയുന്നില്ലേ, അതാണ് ശിവബോധത്തിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എൻ്റെ ചൈതന്യത്തെ ഞാൻ അടുത്ത് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് ഏത് വഴിയിലേക്ക് പോകണമെന്നുള്ളതാണ്. അതായത് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് കൂട്ടാൻ പാടാണ്, കുറയ്ക്കാൻ എളുപ്പമായിട്ട് പറ്റും. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് നോക്കിയാൽ മതി. ഇപ്പം ഞാനും രാഹുലുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേഷനുണ്ട്, നമ്മൾ ഡെയിലി സഹവാസം ഉള്ളവരാണെങ്കിൽ എൻ്റെ ആത്മാവ്, എൻ്റെ സോള് ലോവർ ഗ്രേഡിലാണ്, ഇപ്പോൾ രാഹുലിൻ്റെ അപ്പർ ഗ്രേഡിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ രാഹുലിൻ്റെ സോളുമായിട്ട് വളരാൻ ആഗ്രഹിക്കും. പക്ഷേ എൻ്റെ അറിവില്ലായ്മ ചിലപ്പോൾ സംഭവിക്കുമെന്ന് വെച്ചാൽ അറിയില്ല. സ്വാഭാവികമായിട്ട് രാഹുലിൻ്റെ സോളിന് ഒരു ഡീഗ്രേഡ് സംഭവിക്കും. കാരണം എൻ്റെ ചിന്താരീതികൾ, എൻ്റെ പ്രവൃത്തി, ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ, എൻ്റെ ബിഹേവിയർ പാറ്റേൺസ്, ഇതെല്ലാം സ്വാഭാവികമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അതാണല്ലോ നമ്മളുടെ ഫ്രണ്ട്സിനെ നോക്കിയാൽ നമ്മളാരാണെന്ന് മനസ്സിലാവും. നമ്മളൊരു 10 പേരോട് നിൽക്കുന്ന സമയത്ത് അവരുടെ ഊർജ്ജം നല്ല ഊർജ്ജമാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ അപ്ലിഫ്റ്റ് ആവും. നല്ല ഊർജ്ജമല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാൻ നോക്കും. ഇതും തേടയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? ഒരുപാട് ബന്ധമുണ്ട്. അതായത് ഇന്ന് ജസ്റ്റ് രാഹുൽ നമ്മുടെ ഈ ശിവോഹം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു 5 പേരോട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മനസ്സിലാവും. 41 ദിവസം കഴിഞ്ഞവർ ശിവോഹം ദീക്ഷ എടുക്കുന്ന പല ആൾക്കാരും നമ്മൾ വിളിക്കാറുണ്ട്. അവർക്ക് എന്നും ഒരു വൈറ്റ് എനർജി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. തേർഡ് ഐ ഓപ്പൺ ആവുന്നുണ്ട്. തേർഡ് ഐ എല്ലാവർക്കും ഓപ്പൺ ആവും. അത് എല്ലാവർക്കും റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. പക്ഷേ നമ്മൾ നിരന്തരമായി സാധനാ രീതികളിൽ കൂടെ പ്രാക്ടീസ് ചെയ്ത് പോകുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ ഓപ്പൺ ആവുന്നവർക്കാണ് ഈ സ്വപ്ന ദർശനം സ്വപ്ന ദർശനം എല്ലാവർക്കും പറ്റുന്നുണ്ട്. അതായത് ഇവരുടെ ഈ ആത്മചൈതന്യം നല്ല രീതിയിലാണ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ കണക്റ്റഡ് ആവുന്ന എനർജീസ് നമുക്ക് സ്വപ്ന ദർശനം തരും. പിന്നെ നമ്മൾ കൃത്യമായി ഒരു ഉപാസന മൂർത്തിയെയോ ഏതെങ്കിലും ഒരു മൂർത്തിയെ നമ്മൾ പൂർണ്ണമായും ഒരാഗ്രഹവും ഇല്ലാതെ, നമ്മൾ നീഡ്സ് പറയാതെ ഡെയിലി ഉപാസിച്ചുകൊണ്ടിരുന്നേ നമുക്ക് സ്വപ്ന ദർശനം വരും.
ആ മൂർത്തിയുടെ രൂപം വരും. ഇന്ന് മുതൽ രാഹുൽ ഒരു 11 ദിവസം തുടർച്ചയായിട്ട് കൃഷ്ണൻ്റെ രൂപം, നമ്മൾ കാണുന്ന കൃഷ്ണ രൂപം എന്താണ്? ഓടക്കുഴലൊക്കെയുള്ള കൃഷ്ണ രൂപം. അതാണ് ഒരുപാട് വേരിയൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു കൃഷ്ണൻ രൂപം ഡെയിലി ഒരു എന്താ പറയുക, പൂർണ്ണമായിട്ടും വിഷ്വലി കാണുക. ഒരു 11 ദിവസം മുതൽ 21 ദിവസം വരെ ഭഗവാൻ എൻ്റെ മുമ്പിൽ വരുന്നതായിട്ടും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ടും ഓരോ ദിവസത്തിലും ഓരോ ആവശ്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആവശ്യം എന്ന് പറയുന്നത് എനിക്ക് സാമ്പത്തികം വേണമെന്നുള്ളതല്ല, ഞാൻ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ, ഒന്ന് ഉണ്ടാവണം. പുറത്തേക്ക് പോയിട്ടെന്ന് വെച്ചാൽ അടുത്ത കമ്മ്യൂണിക്കേഷൻ, ഞാൻ പുറത്ത് പോയിരുന്നു, ഞാൻ പോയ കാര്യം നടന്നു, പക്ഷേ എനിക്ക് ആ ബ്ലെസ്സിങ്സ് കിട്ടിയല്ലോ, ഏറ്റവും വലിയ ഭാഗ്യമാണേ. അപ്പോൾ ഇങ്ങനത്തെ നിരവധി കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ റിപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? അത് നമ്മളോട് തന്നെ നമ്മൾ ധ്യാനത്തിൽ ഇരുന്നിട്ടാണോ? അത് എങ്ങനെയാണ് നമ്മൾ അത് ഈ വിപാസനയിൽ പറയുന്നത് എന്താണ്? ഒരുപാട് ധ്യാന രീതികളിലുള്ളതിൽ ഏറ്റവും പ്രഗത്ഭം വയ്ക്കുന്ന ധ്യാന രീതി ബുദ്ധനാക്കി മാറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എല്ലാവരും പറയുന്ന സംഭവം നമ്മൾ ശാന്തരായിരിക്കുക, എന്നിട്ട് നമ്മുടെ ശ്വസന വ്യവസ്ഥയിൽ ഫോക്കസ് ചെയ്യുക, നമ്മുടെ ചിന്താരീതിയിൽ ഫോക്കസ് ചെയ്യുക എന്ന് പറയും. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല വിപാസനയിൽ പറയുന്നത്. വിപാസന എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വികാരങ്ങളെയും നമ്മുടെ ബുദ്ധിയുടെ ചിന്തകളെയും ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ഒരു ധ്യാനത്തിലിരുന്നിട്ട് നമ്മളുടെ ശ്വസന രീതിയെ പൂർണ്ണമായിട്ടും ഈ ഓരോ ശ്വാസവും നമ്മൾ അറിഞ്ഞു പോകുക എന്നുള്ള, അറിഞ്ഞു പോകുന്ന സമയത്ത് പഴയത് മറന്നു പോവും, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധറേഷനും ഇല്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഈ പ്രസൻറ്റിൽ മാത്രം നമ്മൾ ജീവിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ വിപാസനയിൽ നമ്മളിരുന്ന് അങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങനെ ചെയ്തു പോകുമ്പോൾ നമ്മുടെ ചിന്താരീതികൾക്ക് വ്യത്യാസം വരും. അപ്പോൾ ഇത് കുറച്ച് ദിവസം, അപ്പോൾ ഇവിടെ ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്നത്, കുറച്ച് പേര് പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു പെട്ടെന്ന് ദേഷ്യം വരികയാണെങ്കിൽ ലോങ് ബ്രെത്ത് എടുക്കൂ, ശ്വാസം നീട്ടിയെടുക്കൂ, ശ്വാസം വിടൂ, എന്നിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യൂ എന്നൊക്കെ പറയും. പക്ഷേ ഇതൊന്നും അല്ല കാരണം. ഇതൊക്കെ നമ്മളും ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇത് കുറച്ചുകൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഗുരുക്കന്മാരുടെ അടുത്ത് പോകുമ്പോഴാണ് ഒന്നും അല്ല എന്ന് മനസ്സിലാവുന്നത്. നമ്മൾ ഈ വിപാസന സ്ഥിരം ചെയ്യുന്ന ഒരാളാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കൊരു പ്രൊവോക്കിംഗ് സ്റ്റേജ് വരികയാണെങ്കിൽ, ഒരാൾ നമ്മളെ വഴക്കുണ്ടാക്കുന്നു, എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ, നമ്മളവിടെ വളരെ ലഘുവായ രീതിയിൽ ശ്വസന വ്യവസ്ഥയെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് എന്താ സംഭവിക്കുക? ഹാർട്ട് ബീറ്റ് കൂടും, ഈ വയറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു എന്തോ പോലെ ഫീൽ ചെയ്യും, ടോട്ടലി നമ്മൾ മാറും, നമ്മൾ നെർവസ് ആവും, നമ്മളൊരു ഔട്ട് ഓഫ് കൺട്രോൾ ആവും, ബോഡി ചേഞ്ച് ആവും, നമുക്ക് ദേഷ്യം വരും, ഫേസ് ചേഞ്ച് ആവും, പല രീതിയിലുള്ള ക്യാരക്ടർ ചേഞ്ച് വരും. ഇത് ഭയം വരുന്നതാണോ നമ്മുടെ ഉള്ളിൽ? നമ്മൾ ഒരാളോട് വഴക്കുണ്ടാക്കുകയോ അല്ലെങ്കിൽ അടിയുണ്ടാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിൽ, ഇപ്പം ഞാനും രാഹുലുമായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരാൾ വെറുതെ പ്രൊവോക്ക് ചെയ്യാണ്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അനാവശ്യമായുള്ള ടോക്ക് നടക്കുകയാണ്, ദേഷ്യം വരികയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് പെട്ടെന്ന് നമ്മുടെ ടോട്ടലി ക്യാരക്ടർ ചേഞ്ച് ആവും, ബോഡിയുടെ പാറ്റേൺസൊക്കെ ചേഞ്ച് ആവും. ഈ വിപാസന ഉള്ളവർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർക്ക് ദേഷ്യം വരില്ല. അവർ ആ സമയത്തിന് കൺസീവ് ചെയ്യുന്ന രീതി തികച്ചും വ്യത്യസ്തമാണ്. അവരപ്പം ബ്രെയിനിന് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ഇത് വളരെ എന്താ പറയുക, ഈ ഒരു സിറ്റുവേഷൻ ഞാൻ തരണം ചെയ്തു പോകും, ഇത് എൻ്റെ ജീവിതത്തിലെ പീസ്ഫുള്ളി, ഇത് ചെറിയൊരു സിറ്റുവേഷനാണ്, ഇത് തരണം ചെയ്ത് പോയേ മതിയാവൂ എന്നൊരു മെസ്സേജ് പാസ് ചെയ്യും. പക്ഷേ അങ്ങനെ ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ പാടാണ് കേട്ടോ. അങ്ങനെ സ്ഥിരം ചെയ്യുന്നവരാണ് ഇത് ആ ഒരു മെസ്സേജ് പാസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലോങ് ആയിട്ടുള്ളൊരു ബേർത്തൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ രീതി നോർമലി ശ്വസിക്കുന്ന പോലെ ശ്വസിക്കുക, നമ്മുടെ ബ്രീത്തിങ് പാറ്റേണെ മാത്രം ഫോക്കസ് ചെയ്യുക. ബ്രീത്തിങ് പാറ്റേണിനകത്ത് ഇങ്ങനെ ദീർഘമായിട്ട് എളുപ്പം അവിടെ അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആൾക്കാർ പറയും ലോങ് ടൈം എടുക്കാൻ പറയും. ഓരോ രീതിയിലും പ്രാക്ടീസ് ചെയ്യുന്ന നിരവധി സമ്പ്രദായങ്ങളുണ്ട്. നമ്മൾ ഒരാളെയും നിന്ദിക്കണ്ട, ഒരാളെയും നമ്മൾ എതിർത്ത് പറയുകയും വേണ്ട. പക്ഷേ ഈ വിപാസന സക്സീഡ് ആയിട്ടുള്ളൊരു മെക്കാനിസമാണ്. ബുദ്ധനായി മാറിയത് വിപാസനയിൽ കൂടെയാണ്. അപ്പം ബുദ്ധൻ്റെ ആ പറയുന്ന പ്രഭാഷണത്തിൽ വളരെ ക്ലിയർ ആയിട്ട് 4 സംഭവങ്ങൾ കൊടുത്തേക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായി നിൽക്കുന്ന വിപാസനയാണ്. അപ്പോൾ നമ്മൾ അത് ഫോളോ ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ഫോളോ ചെയ്യുന്നതിനെ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ ബ്രീത്തിങ് പാറ്റേൺ വളരെ ലഘുവായ രീതിയിൽ എടുക്കുക. എന്തെങ്കിലും ദേഷ്യം വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ പറയേണ്ടത്, ഈ സിറ്റുവേഷൻ ഞാൻ ഈസിയായിട്ട് തരണം ചെയ്യും, എന്നെ ഒന്നും ബാധിക്കില്ല. ആ ഒരു മെസ്സേജ് ബ്രെയിനിന് പാസ് ചെയ്യുന്നിടത്തോളം കാലം നമ്മൾ സ്വാഭാവികമായിട്ടും കാം ആൻഡ് ക്വയറ്റ് ആവും, നമ്മളൊന്നും ബാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് വറീഡാവാതെ, പാസ്റ്റിനെ കുറിച്ച് ബോധേഡാവാതെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ലൈഫിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് ഒരുപാട്
സംഭവങ്ങളിലേക്ക് വരും. ഇങ്ങനെയുള്ളവർക്ക് ഈ സ്വപ്ന ദർശനങ്ങൾ കൃത്യമായിട്ട് ലഭിക്കും. ഒരുപാട് പേർക്ക് കിട്ടും, ഒരുപാട് പേര്. ഇന്ന് ശിവവും പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് പേർക്ക് സ്വപ്ന ദർശനമുണ്ട്. എത്ര പേര് ഇതിൻ്റെ അടിയിൽ കമൻസ് ഇടുമെന്ന് കണ്ടറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് വിളിച്ചിട്ട് രാവിലെ മഹാദേവൻ്റെ സംഭവം കണ്ടു, കൃഷ്ണനെ കണ്ടു, അല്ലെങ്കിൽ പല പല ദർശനങ്ങൾ കാണുന്നുണ്ട്. അത് ദർശനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ ഈ സൈക്കിക്ക് കണ്ടു എന്ന് പറഞ്ഞ് അത് റിയൽ ഇൻസിഡന്റ് ആണ്. അപ്പം അത്തരത്തിലുള്ള റിയൽ ഇൻസിഡന്റ് നമ്മുടെ ഡേ ലൈഫിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം നമുക്ക് മുൻകൂട്ടി കണ്ടറിയാം. അങ്ങനെ കാണുന്ന ഒരുപാട് പേരില്ലേ. ഫോർ എക്സാമ്പിൾ കൊല്ലത്തൊരു ഒരാളുണ്ടല്ലോ, അദ്ദേഹം മോദിജി അധികാരത്തിൽ വരുമെന്ന് കാണുകയുണ്ടായി. പക്ഷെ അദ്ദേഹത്തിൻ്റെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ സാധാരണ ഒരാളാണ്. ഇദ്ദേഹം എന്ത് ചെയ്തു, പേപ്പറിൽ നോട്ട് ചെയ്തു മോദിജി ഇന്ന വർഷം അധികാരത്തിൽ വരും. ഇദ്ദേഹം ഈ ഡോക്യുമെൻസുമായിട്ട് എല്ലാ മീഡിയയിലും ഇൻ്റർവ്യൂസിന് പോയി. പലയിടത്തും റിജക്ഷൻസ് വന്നു, കുറേ പേരെടുത്തു. 2023 ഞാൻ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ എടുത്തു IBC ജ്യോതിഷത്തിൽ. ആ വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ട്. അദ്ദേഹം ഒരു വലിയൊരു ഫയലുമായിട്ടാണ് വന്നത്. അദ്ദേഹത്തിന് സ്വപ്ന ദർശനമാണ് കിട്ടുന്നത്. 2 അതിനുശേഷം സുരേഷ് ഗോപി വരുമെന്ന് റീസെൻ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്തു, അതും വന്നു. ഒബാമയും നമ്മുടെ കമലാ ഹാരിസും നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ട്രംപാണോ ഒബാമയാണോ കമലാ ഹാരിസ് ആണോ എന്നൊരു സംഭവം വന്നു. കമലാ ഹാരിസ് വരില്ല എന്ന് അദ്ദേഹം പറഞ്ഞു, അതുപോലെ നടന്നു. ഇതെല്ലാം സ്വപ്ന ദർശനം വഴിയാണ്. നമ്മുടെ ഇവിടുത്തെ നിരവധി ഗുരുക്കന്മാർക്ക് സ്വപ്ന ദർശനമുണ്ട്. കുറേ പേര് പറയും, കുറേ പേര് പറയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ നമ്മൾ വിചാരിക്കുന്നതെങ്കിലും വേറെ ലെവലിലാണ് നിൽക്കുന്നത്. പല സോളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ദൈവചൈതന്യവുമായിട്ട് ഒരു മോക്ഷപ്രാപ്തിയിലേക്ക് വന്നവരാണ്. സോ അത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഈ സൈക്കിക് മീഡിയം ആൾക്കാർ കുറേ അങ്ങനത്തെ പാറ്റേൺസ് ഉണ്ട്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുണ്ട്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ദിവസം അവരെ കാണാൻ വരുന്ന ക്ലയൻസിൻ്റെ ലിസ്റ്റ് നേരത്തെ അവർക്കറിയാം. ഏത് സമയത്ത് ഒരാൾ അവരുടെ വീട്ടിൽ വരുമെന്ന് അറിയാൻ പറ്റും. രാവിലെ 8:30 ഒരു ക്ലയൻറ്റ് വരുമെന്നുണ്ടെങ്കിൽ ആ ക്ലയൻറ്റ് വരുന്നതിന് മുമ്പായിട്ട് ആ ക്ലയൻറ്റിൻ്റെ സോൾ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്നിട്ട് ആ ചെയർ അവിടെ ഉണ്ടാവും. ചെയറിൽ ആ ക്ലയൻറ്റ് വന്നിരിക്കുമ്പോൾ സോൾ അവിടെ ഉണ്ടാവും. അത് അവരോട് ഞാൻ ഇൻ്റർവ്യൂ ഓൾറെഡി എടുത്തിട്ടുണ്ട്. പേര് ഞാൻ റിവീൽ ചെയ്യുന്നില്ല, ഞാൻ ചോദിച്ചിട്ടില്ല, ചോദിക്കാതെ പറയുന്നത് ശരിയല്ലല്ലോ. ഈ സംഭാഷണത്തിൻ്റെ ഇടയിൽ ഞാൻ ഓർമ്മിച്ചപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പം അവർക്കൊക്കെ ഒരുപാട് തേർഡ് പാർട്ടിയിൽ നിന്ന് വരുന്ന ഇംപ്ലിമെൻറ്റേഷൻസിനെ അറിയാൻ പറ്റും. അതായത് അടുത്ത വർഷം എന്ത് നടക്കും, അത് എന്നും ആ പറയുന്ന കഴിവ് കിട്ടണമെന്നില്ല. ഇതൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു മഹാഭാഗ്യങ്ങളാണ്. എല്ലാ പേർക്കും അത് കിട്ടണമെന്നില്ല. കിട്ടുന്നത് പ്രോപ്പറായിട്ട് ആ ഒരു എൻലൈറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോവുക.